നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ അമ്പിളിക്ക് ഇത് എന്തു പറ്റി മാഷേ? രഘുവിനെ അവൾ ഇങ്ങനെ സംശയിക്കേണ്ട കാര്യമുണ്ടോ? സംശയം എന്ന് പറയുന്ന ഒരു രോഗ, അത് സ്വയം വരുത്തി വെക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് പകർന്നു കിട്ടുന്നതും ആവാം. അല്ല, നീ ഇന്നലെ രാത്രിയിൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല വിനയ? പിന്നെ ഞാനുണ്ടായിരുന്നു. അതിരാവിലെ മുറിയിലുള്ളവർക്ക് ചായയുമായിട്ട് ചെന്നത് ഞാൻ തന്നെയാ. നീ രാത്രിയിൽ രഘുവിനെ കണ്ടില്ലേ? ഞാനൊന്ന് മയങ്ങുന്നതുവരെ രഘുവേട്ടൻ അവിടെ കണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് ഉണർന്നു നോക്കിയപ്പം അവിടെ കണ്ടില്ല. ഞാൻ വിചാരിച്ചു രഘുവേട്ടൻ ഹോസ്പിറ്റലുകാരോടൊക്കെ സംസാരിച്ച് അവിടെ ഒരു മുറി സെറ്റാക്കി അവിടെ കയറി കിടന്ന് കാണുമെന്നാ. സത്യത്തില് രഘുവേട്ടൻ ഫോൺ ഓഫ് ചെയ്താ അച്ഛാ കുഴപ്പമായത്. അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ബാനോമ ചെന്ന് അമ്പിളി ചേച്ചി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. അമ്പിളി, നീ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലേ വിനയ? എനിക്ക് എങ്ങനെ പറയാൻ പറ്റും അച്ഛാ? ഞാൻ പലതിനും സാക്ഷിയല്ലേ. എന്നുവെച്ചാ അമ്പിളി സംശയിക്കുന്നത് പോലെ രഘുവിന് ഹോസ്പിറ്റലിലും ചുറ്റിക്കളി ഉണ്ടെന്നാണോ? ഒന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല അച്ഛാ, എന്തൊക്കെയുണ്ട്. അല്ലെങ്കിൽ രഘുവേട്ടന്റെ വണ്ടി ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയ കിടക്കുമ്പോ രഘുവേട്ടൻ അവിടെ കാണാതിരിക്കുമോ? വിനയ, നീ കുറെ നാളായി രഘുവിനെ കുറിച്ച് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു. ഒന്ന് നീ ചുറ്റി വളയ്ക്കാൻ നിൽക്കണ്ട. നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ അത് എന്നോട് തുറന്നു പറയാം. അത് പിന്നെ വ്യക്തമായിട്ട് എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. ചില സൂചനകൾ മാത്രം. അമ്പിളി ചേച്ചിയുടെ ജീവിതം ഓർത്താ ഞാനത് പറയാൻ ശ്രമിച്ചത്. ചിലത് പറഞ്ഞാലായിരിക്കും ചിലരുടെ ജീവിതം തകരുന്നത്. അമ്പിളിയോട് ദയവ് ചെയ്ത് നീ ഇനി ഒന്നും പറയരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്നോട് പറയാം. ഞാനിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അച്ഛൻ. ചീരു കിടക്കുന്ന ഹോസ്പിറ്റലിൽ 19-ാം നമ്പർ മുറിയിൽ ആരാണ് കിടക്കുന്നതെന്ന് മാത്രം അച്ഛനൊന്ന് അന്വേഷിച്ചറിഞ്ഞാൽ മതി. അല്ല, രഘുവിനെ ഇങ്ങോട്ട് വരുമോ അച്ഛാ? അവനെ ഞങ്ങൾ കണ്ടെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റിയില്ല. അല്ല, ഞങ്ങൾ വരുമ്പോ റൂം നമ്പർ 19 നിന്ന് രഘു ഡോക്ടറോടൊപ്പം ഇറങ്ങി പോകുന്നു കണ്ടു. അത് ചീരുവിന്റെ മുറിയായിരിക്കും എന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുകയും ചെയ്തു. അച്ഛാ, രഘുവേട്ടൻ ഒരു ഫ്രണ്ടിന്റെ കുഞ്ഞവിടെ കിടപ്പുണ്ട്. രഘുവേട്ടൻ അവരെ കാണാൻ പോയതാ. സത്യത്തിൽ അത് ആരാണെന്ന് എനിക്കും അറിയില്ല. രഘുവേട്ടനറിയാം. എന്നാ പിന്നെ ഞാൻ പോട്ടെ അച്ഛാ, വണ്ടി വെയിറ്റ് ചെയ്യാം. പതിവ് പരിപാടി തന്നെ ഡോക്ടർ. സെല്ലിനകത്ത് 1-2 പറഞ്ഞ് തുടങ്ങി. ഒടുവിൽ ഈ പരുവത്തിലുമായി. ഈ സ്ത്രീക്ക് നിവർന്നു നിൽക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. അങ്ങോട്ട് കൊണ്ടുപോയി കിടത്ത്. ഇവളാണോ അടിച്ചത്? എന്താ ഉണ്ടായെന്ന് ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കടി. അവള് വന്നപ്പോ തന്നെ മുടയായിരുന്നു സാറ്. ബ്ലോക്കിനകത്ത് വെച്ച് എന്റെ തള്ളക്ക് വിളിച്ചപ്പോ ഞാനൊന്ന് കൈവച്ചു. ഉടനെ അവളെന്നെ കാലേ വലിച്ച് താഴെയിട്ട് ചവിട്ടി.
എന്റെ നടു ഒടിഞ്ഞില്ലെന്നേ ഉള്ളൂ സാറേ. എനിക്ക് അവളെ പോലെ ഡോക്ടറുടെ മുമ്പിൽ അഭിനയിക്കാൻ അറിയാത്തോണ്ടാ. അഭിനയാണോന്ന് പരിശോധിച്ചിട്ട് പറയാം. നീ കൈവച്ച കേസുകളെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ എന്റെ മുന്നിൽ വരുന്നേ. ഡോക്ടർ പറഞ്ഞത് ശരിയാ. സലോമിക്ക് ഒരെല്ല് കൂടുതലാ. അധികം വെളച്ചിലെടുത്താ നിന്റെ ജന്മം ഈ റിമാൻഡിൽ തന്നെ തീരും. പറഞ്ഞില്ലെന്ന് വേണ്ട. എ ബ്ലോക്കിലായിരുന്ന സലോമി എങ്ങനെയാ സി ബ്ലോക്കിലെ സുശീലയെ തല്ലുന്നേ? ആ അതല്ല രസം. എ ബ്ലോക്കിൽ കിടന്ന് ഇവള് ബഹളം വെച്ചപ്പോ അവിടെയുള്ളവര് പരാതിപ്പെട്ടിട്ടാ ഇവളെ തൽക്കാലം സി ബ്ലോക്കിലേക്ക് മാറ്റിയത്. അതിനകത്തുള്ളവരാരും വലിയ കുഴപ്പക്കാരൊന്നും ആയിരുന്നില്ല. പക്ഷെ പുതിയതായിട്ട് വന്ന സുശീല ചില്ലറക്കാരിയല്ലെന്ന് പിന്നെയല്ല മനസ്സിലായത്. ഏതായാലും ഞാൻ അവരെ ഒന്ന് പരിശോധിക്കട്ടെ. പേഷ്യന്റിന് പരാതി ഉണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കേണ്ടി വരും. എടി, നിന്റെ കലിപ്പ് മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് തീർക്കാൻ ആരാടി പറഞ്ഞത്? എനിക്ക് നൊന്നാ ഞാൻ വിടൂ സാറേ. ഇപ്പോഴും അവളുടെ അഹങ്കാരം മാറിയിട്ടില്ല. തീർത്ത് കളയണ്ടേനോ? തീർന്നു പോയാലേ ഞങ്ങളും കൂടി സമാധാനം പറയേണ്ടി വരും. ഇപ്പൊ തന്നെ അവള് നിനക്കെതിരെ ഡോക്ടർക്ക് മൊഴി കൊടുത്താ അവര് പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. ചെയ്യട്ടെ സാറേ. അവൾക്കെതിരെ എനിക്കുണ്ട് പരാതി. സെല്ലിനകത്തുണ്ടായിരുന്ന ബാക്കിയുള്ള തടവുകാരെ എനിക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയും. പിന്നെ സാറുമാരും എന്റെ കൂടെ നിൽക്കത്തില്ലേ? എനിക്കത് മതി. ശരി, വാ. വേദനയുണ്ടോ? അയ്യോ അയ്യോ ഡോക്ടർ, വേദന. അയ്യോ വേദനയാ. ഇവിടെ വേദനയുണ്ടോ? എനിക്ക് വയ്യ. ഇനി കാലൊന്നും മടക്കി. ഇവരെ ഇവിടെ ചികിത്സിക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വരും. സ്കാനിങ് അടക്കമുള്ള ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. മർദ്ദനം ഏറ്റതിൽ ആർക്കെങ്കിലും എതിരെ പരാതി ഉണ്ടെങ്കിൽ പറയാം. പോലീസ് കേസെടുക്കും. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവും. പേടിക്കാതെ പറഞ്ഞോ. നിങ്ങളെ അതിന്റെ പേരിൽ ആരും ഒന്നും ചെയ്യില്ല. നിങ്ങൾ പരാതി തന്നില്ലെങ്കിൽ നിങ്ങൾ തല്ലിയെന്നും പറഞ്ഞ് പരാതി തരാൻ ഇവിടെ ആളുണ്ടാവും. ഏതാ നല്ലതെന്ന് ആലോചിക്കും. എന്നെ ഈ അവസ്ഥയിൽ നിന്നൊന്ന് രക്ഷിച്ചു തന്നാ മതി സാറേ. ശരീരം മൊത്തം വേദനയാ, സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ. ഹോസ്പിറ്റലിലേക്ക് ഉടനെ മാറ്റും. അതിനു മുമ്പ് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നാ പറഞ്ഞ. ഇല്ല സാറേ, എനിക്ക് പരാതിയൊന്നുമില്ല. ഞാനും കൂടി വഴക്കിട്ടപ്പോ സംഭവിച്ചതല്ലേ. ജനറൽ ഹോസ്പിറ്റലിലേക്ക് എഴുതിവിടാം. പെട്ടെന്ന് കൊണ്ടുപോയിക്കും. ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ സംഗതി കൈവിട്ടു പോകും. എഴുന്നേക്ക്. പതുക്കെ.